Hi all, welcome to Commerce Bytes. So moving to our question number 26. The question is the expansion of IEDSS. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2020 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് IEDSS, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? സോ ഓൾവേസ് ബി ഫോക്കസ് ടു യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര ടൈം നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിലെ ഓരോ ടേംസും നമ്മൾ മനപ്പാടാക്കി പച്ചവെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ക്രാക്കിംഗ് യുവർ എക്സാം. Understood? So moving to our options. Option A, integrated education for departments related to science and social science. Option B, inclusive education for disabled at secondary stage. Option C, integrated education for disabled at secondary stage. And option D, that is none of the above. Here the answer will be inclusive education for disabled at secondary stage. നിങ്ങൾക്ക് ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ അതല്ല എന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടെ നമുക്ക് എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്യാം. അതായത് ഓപ്ഷൻ എ അല്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, റൈറ്റ്? IEDSS എന്ന് പറയുന്നത് കുറച്ച് ബാക്ക്വേർഡായിട്ട് ഡിസേബിൾഡായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിനെയാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ എയിൽ പറയുന്നത് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് ലാസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ നമ്മൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ബിയും സിയും. അതിൽ തന്നെ ഇൻക്ലൂസീവും ഇൻറ്റിഗ്രേറ്റഡും മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് ബാലൻസ് ഉള്ള സെൻറ്റൻസ് എല്ലാം സെയിം ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നിങ്ങളെപ്പോഴും പഠിക്കുമ്പോൾ വ്യക്തമായി ക്ലിയറായി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ IEDSS എന്നുള്ള ടേം നിങ്ങൾ നേരത്തെ കൂട്ടി പഠിച്ചു വെച്ചതായിരിക്കും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, റൈറ്റ്? സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക. ആൻഡ് ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് നമ്മൾ പഠിച്ചു. ഇനി വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതായത് ഇതിൻ്റെ ലോഞ്ചിങ് ഇയർ എന്ന് പറയുന്നത് 2009 ആണ്. ഓക്കെ, ദ സ്കീം ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് വാസ് ലോഞ്ച്ഡ് ഡ്യൂറിങ് 2009-10 and replaces the earlier scheme of integrated education for disabled children. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ഒന്നല്ല രണ്ട്. ഇതിൻ്റെ ലോഞ്ചിങ് ഇയർ 2009 ആണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കിട്ടി. പിന്നെ IEDSS അതിന് മുന്നേ വിളിച്ചുകൊണ്ടിരുന്നത് IEDC എന്നുള്ളതാണ്, ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നാണ്. കാരണം ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2009 ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റേജിനാണ്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ പോളിസി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 8th സ്റ്റാൻഡേർഡ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് IEDSS എന്നുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഫോം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നാണ്. സോ ദ സ്കീം ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എയിംസ് ടു എനേബിൾ all students with disabilities after completing 8 years of elementary schooling to pursue further 4 years of secondary schooling in an inclusive and enabling environment. അതായത് കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും 8th സ്റ്റാൻഡേർഡ് വരെയുള്ള എലിമെൻ്ററി സ്കൂളിംഗ് കഴിഞ്ഞ് അവർക്ക് ഇനിയുള്ള 4 years, അതായത് 8, 9, 10, 11, 12 ഈ ക്ലാസ്സുകളിലെ അവരുടെ ആ ഒരു സ്കൂൾ ഡേയ്സ്, അവരുടെ ആ ഒരു ക്ലാസ് മിസ്സാക്കാതെ തന്നെ അവർക്ക് എനേബിൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു രീതി, അതായത് IEDSS എന്ന ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ
2010 ഇത് ലോഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞു. ഇതിന് മുന്നത്തെ പേര് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഇനി കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഒരു കേസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇൻക്ലൂസീവും ഇൻറ്റഗ്രേറ്റഡും തമ്മിലായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സ്കീമിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ സ്കീമിനെ ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇറ്റ് പ്രൊവൈഡ്സ് ദ അസിസ്റ്റൻസ് ഫോർ ദ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ to the disabled children in the classes 9, 10, 11, 12. ഈ 4 ക്ലാസ്സസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലോഞ്ചിങ് ഇയറും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. കാരണം 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഫുൾ ഫോം ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. മേ ബി 2021 ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർക്ക് എന്താണ് അതിൻ്റെ മെയിൻ എയിമെന്നോ ഇല്ലെങ്കിൽ ലോഞ്ചിങ് ഇയറോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? സോ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല. സോ നമുക്കറിയാവുന്ന കുറച്ച് കീ പോയിൻറ്റ്സും കീവേഡ്സും നമ്മളുടെ മൈൻഡിൽ വയ്ക്കാം. റൈറ്റ്? ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. Which of the following is an essential criteria of creative product? Options are option A, reliability, option B, fluency, option C, objectivity, and option D, commonality. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള കുറച്ച് ടേംസ് ഇല്ലേ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൽ വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, അതിൻ്റെ എല്ലാം മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡാണോ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വേർഡാണോ എന്നുള്ളത്. ഇത് ബോണസ് നമ്പർ 2 ആണ്. ഓക്കെ, ടിപ്പ് നമ്പർ 2, നോട്ട് ദാറ്റ്. സോ ഇതുപോലെയുള്ള കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ ടേംസ്, അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. റൈറ്റ്? സോ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് reliability means that it is the quality of being trustworthy or performing consistently well. അതായത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും, ട്രസ്റ്റ് വർതി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്ന റിലയബിലിറ്റി. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ is option B, that is objectivity. Objectivity എന്ന് പറയുന്നത് it is a noun that means lack of bias, judgment, prejudice. അതായത് നമുക്കൊരു ഡൗട്ട് ഫുള്ളായിട്ടുള്ള ഒരു സംഭവമായിരിക്കില്ല ഒബ്ജക്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ക്രിയേറ്റിവിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിവിറ്റി ആയിരിക്കില്ല, അവിടെ സബ്ജക്റ്റിവിറ്റിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ബിക്കോസ് സബ്ജക്ട്സ് ഹാവ് മോർ കൺട്രോൾ ഓവർ ദ ഒബ്ജക്റ്റീവ് മെഷേഴ്സ്. സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോമണാലിറ്റിയാണ്. ഓപ്ഷൻ ഡി പറഞ്ഞത്. കോമണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ള രീതിയാണ് കോമണാലിറ്റി എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ഷെയറിങ് ഫീച്ചേഴ്സ് ഓർ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ ബി പറഞ്ഞിട്ടില്ല, ദാറ്റ് ഈസ് ഫ്ലുവൻസി, ആൻഡ് ദാറ്റ് വിൽ ബി ദ ആൻസർ. അതായത് നമുക്കതിൻ്റെ കുറച്ച് 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫ്ലെക്സിബിലിറ്റി, the next one is originality, the third one is fluency, and the fourth one is elaboration. ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് ക്രിയേറ്റീവ് പ്രോഡക്റ്റിന് വേണ്ട 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിടുന്നത് നല്ലതാണ്. ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്കൊരു സർപ്രൈസിങ് എലമെൻറ്റ് ഉണ്ടാവണം, ആൻഡ് അതിനൊരു ഒറിജിനാലിറ്റി വേണം, ഒപ്പം ബ്യൂട്ടിയും ആൻഡ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റണം. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ടെക്നിക്സ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്യാനുള്ള ഒരു ടൂളുണ്ട്, ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ക്രിയേറ്റീവ് പ്രോഡക്റ്റ്സ് ആണ്. സോ അതിൻ്റെ കമ്പോണൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 കമ്പോണൻസ് പഠിച്ചു വയ്ക്കുക. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് യൂസ് ടു മൂവ് സ്റ്റുഡൻസ് പ്രോഗ്രസീവ്ലി towards stronger understanding which leads to greater independence in the learning process. Options are situated learning, option B scaffolding, option C mastery learning, and option D, that is programmed learning. ഇപ്പോൾ 4 ഓപ്ഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു, ആൻഡ് ദ ആൻസർ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇസ്
സ്കാഫോൾഡിങ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ 100% ഷോർട്ട് ടോപ്പിക്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു ടേമാണ് സ്കാഫോൾഡിങ്. Even though, let me explain what is scaffolding. It is a variety of instructional techniques used to move the students progressively towards the stronger conditioning, understanding and the greater independence in the learning process എന്നുള്ളത്. അതായത് ടീച്ചർ ആഡ് സപ്പോർട്ട് ടു ദ സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ലേണിംഗ് എയ്ഡ് ഇൻ മാസ്റ്ററി ഓഫ് ടാസ്ക്. അതായത് കുറേ അധികം ടാസ്ക് അല്ലെങ്കിൽ കുറച്ചധികം കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കുറച്ച് ടെക്നിക്സ്, അതായത് പഠിക്കാനുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ്, ഇൻസ്ട്രുമെൻ്റൽ എയ്ഡ്സ് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ടീച്ചർ ഡസ് ദിസ് ബൈ സിസ്റ്റമാറ്റിക്കലി ബിൽഡിംഗ് ഓൺ സ്റ്റുഡൻസ് എക്സ്പീരിയൻസസ് ആൻഡ് നോളജ് ആസ് ദേ ആർ ലേണിംഗ് ന്യൂ സ്കിൽസ്. ഓരോ പുതിയ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ സ്കിൽസ് അവർ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് സ്കാഫോൾഡിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഗിവിങ് സ്റ്റുഡൻസ് ചാർട്ട്സ് ലേബിൾഡ് വിത്ത് റെലവൻറ്റ് വേരിയബിൾസ് പ്രയർ ടു ദ സയൻസ് എക്സ്പെരിമെൻറ്റ്. അതായത് ഇപ്പം നമ്മൾ സയൻസ് ലാബിലേക്ക് പോവാണ്, ഇപ്പോൾ മേ ബി കെമിസ്ട്രി എന്ന് വിചാരിക്കൂ. ആ കെമിസ്ട്രി ലാബിൽ പോകുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോ ടെസ്റ്റ് ട്യൂബിൽ തരുന്ന കുറച്ച് ലിക്വിഡ്സിൻ്റെ പേര്, കുറച്ച് ആസിഡ്സിൻ്റെ പേര്, നമ്മൾ ചെയ്യാനുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ്, എയിം, ഒബ്ജക്റ്റീവ്, ഇതെല്ലാം നമുക്ക് ആദ്യം നമ്മുടെ ടീച്ചർ തന്നിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ബ്രീഫിങ്ങിനെ പറ്റി, ആ ഒരു ടെക്നിക്കിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ലേണിംഗ് തിയറി. സിറ്റുവേറ്റഡ് ലേണിംഗ് തിയറി ഇസ് started by or propounded by Jean Lave or Wenger ആണ്. ലേണിംഗ് അൺഇൻറ്റൻഷനലി ആണ്. നമ്മളിത് മനഃപൂർവ്വം പഠിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, ആ സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിനെയാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റിംഗ് മീനിങ് ഫ്രം ദ റിയൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഡെയിലി ലിവിങ് ടേക്സ് പ്ലേസ് ത്രൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ, കണക്റ്റിംഗ് പ്രയർ നോളജ് അബൌട്ട് ദ ഒതൻറ്റിക്കേറ്റീവ്, ഇൻഫോർമൽ, അൺഇൻറ്റൻഡഡ്, കോണ്ടെക്സ്ച്വൽ ലേണിംഗ്. അതായത് നമ്മൾ ഈ സിറ്റുവേറ്റഡ് ലേണിംഗ് മനഃപൂർവ്വം പഠിക്കുന്നതല്ല. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലൈഫിൽ വന്ന ഓരോ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ആൾക്കാരുടെ ഇടപെടലിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന കുറച്ച് പ്രയർ നോളജ് വെച്ച് നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കും. ഇതെല്ലാമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സിറ്റുവേറ്റഡ് ലേണിങ്ങിൽ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ കണ്ടൻറ്റ്, സെക്കൻഡ് വൺ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ തേർഡ് വൺ കമ്മ്യൂണിറ്റി. ഈ 3 എലമെൻറ്റ്സും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ 3 എലമെൻറ്റ്സ് ആൻഡ് 3C. ഓക്കെ, കണ്ടൻറ്റ്, കോണ്ടെക്സ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഈ 3C ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, സ്കാഫോൾഡിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഇസ് മാസ്റ്ററി. Okay, mastery learning, which was proposed by Benjamin Bloom. Students must achieve the level of mastery in prerequisite knowledge before moving towards to learn subsequent information. സ്റ്റുഡൻസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കും ഡിസ്കസ് ചെയ്തതാണ്. നമ്മളിപ്പോൾ BCom പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡെപ്തായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MComലേക്ക് പോകുന്നത്, റൈറ്റ്? സോ സ്റ്റുഡൻസ് മസ്റ്റ് അച്ചീവ് ദ ലെവൽ ഓഫ് മാസ്റ്ററി ഇൻ പ്രീറിക്വസിറ്റ് നോളജ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന നോളജിന് നമുക്ക് ഒരു ലെവൽ ഓഫ് മാസ്റ്ററി വേണം, ഓക്കെ, ബിഫോർ മൂവിങ് ടുവേർഡ്സ് to learn the subsequent information. The students expect to master the learning objectives or goal before next goal. I hope you people are getting my point. Students learning to new learning after the learning prerequisite. ഈ ഒരു പോയിൻ്റ് ഒരു കീവേഡ് പോയിൻ്റാണ്. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. I'll be repeating once again. Students learning to new learning after learning prerequisite. I hope you people get my point. And the last option is programmed learning. It is a research-based system which helps the learners work successfully. ഞാനിപ്പോൾ ഓപ്പറേറ്റ് കണ്ടീഷനിൽ നിങ്ങളോട് പറഞ്ഞു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന്.
ആ ഒരു സെയിം രീതി തന്നെയാണ് പ്രോഗ്രാംഡ് ലേണിംഗ്. അതായത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടീഷൻസ് ഉണ്ടാവും, അത് വെച്ച് പഠിക്കുന്നു. ആ ഒരു പഠിക്കുന്ന രീതിനെയാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, this method is guided by the research done by a variety of applied psychologists and educators. The learning material is in the kind of textbook. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് യൂട്യൂബ് റെഫർ ചെയ്ത്. സോ ഇതെല്ലാം ഒരു പ്രോഗ്രാംഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. Programmed learning is an individualized and systematic instructional strategy for the classroom and self-learning. നമ്മൾ കൂടുതലായിട്ട് സെൽഫ് ലേണിങ്ങിലേക്കായിരിക്കും ഈ പ്രോഗ്രാംഡ് ലേണിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സ്കിന്നർ ഇസ് ബേസ്ഡ് ഓൺ ദിസ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷൻ അക്കോർഡിംഗ് ടു വിച്ച് ദ ലേണിംഗ് ഇസ് ബെസ്റ്റ് അക്കംപ്ലിഷ്ഡ് ഇൻ സ്മോൾ incremental steps with immediate reinforcement or reward. So programmed learning is all clear to you. ഇപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ സ്കാഫോൾഡിംഗ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.